അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്തു വച്ച് കഷ്ടം അനുഭവിച്ചു. ആകയാൽ നാം അവൻ്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവൻ്റെ അടുക്കലേക്ക് ചെല്ലുക. പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ പിതാവേ, ക്രൂശുമരണത്തെ ഓർക്കുന്ന അവിടുത്തെ ദിവ്യമായ സ്നേഹത്തെ ഞങ്ങൾ ധ്യാനിക്കുന്ന ഈ നാളിൽ ഞങ്ങളെ തന്നെ അവിടുത്തെ സന്നിധിയിൽ വിനയപ്പെടുത്തുന്നു. ഞങ്ങൾ കർത്താവെ ജീവിതത്തെ ക്രമീകരിച്ച് ഞങ്ങളെക്കുറിച്ചുള്ള ദൈവിക ഉദ്ദേശം എന്തെന്ന് തിരിച്ചറിഞ്ഞ് ഞങ്ങളുടെ ജീവിതത്തെ അതിനനുസൃതമായി ക്രമപ്പെടുത്തുവാൻ സഹായിക്കണം. സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണം. ഞങ്ങളുടെ ചിന്തകൾ അങ്ങേക്ക് പ്രസാദകരമായി യേശുമൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. ഒരിക്കലൊരാൾ അനുതാപത്തിൻ്റെ അനുഭവത്തിലേക്ക് വരികയാണ്. അദ്ദേഹം അത്ര നല്ല ജീവിതം നയിക്കുന്ന ഒരാളായിരുന്നില്ല, പ്രത്യേകിച്ച് മദ്യപാനിയായ ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ പലപ്പോഴും കുടുംബത്തിലും സമൂഹത്തിലും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്ന ഒരാളാണ്. ഒരു രാത്രിയിൽ വീട്ടിൽ ഭയങ്കര അസ്വസ്ഥതകളുണ്ടാക്കി. ആ രാത്രിയിൽ അദ്ദേഹത്തിന് എപ്പോഴോ അല്പം വെളിച്ചമുണ്ടായി തീരുമാനമെടുത്തതാണ് ഇനി നന്നായി ജീവിക്കണം എന്നുള്ളത്. അദ്ദേഹം പിറ്റേ ദിവസം രാവിലെ ഭാര്യയോട് അത് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം നോക്കിയപ്പോൾ തൻ്റെ വീട്ടിൽ മദ്യക്കുപ്പികളൊക്കെ ഉണ്ട്, അതെല്ലാം നശിപ്പിക്കാം എന്ന് കരുതിയാണ്. പുതിയ ജീവിതം ആരംഭിക്കുകയാണല്ലോ. അദ്ദേഹം തൻ്റെ വീട്ടിലുള്ളതായ മദ്യക്കുപ്പികളൊക്കെ എടുത്ത് ഓരോന്നായിട്ട് ഇങ്ങനെ കളയാൻ തുടങ്ങി. അപ്പോൾ ഓരോന്ന് അടിച്ചു പൊട്ടിക്കുമ്പോൾ പറയും, ഒരു കുപ്പി പൊട്ടിച്ചിട്ട് പറഞ്ഞു, ഇത് നീ ആ കാരണം, എൻ്റെ ഭാര്യയായിട്ട് വഴക്കുണ്ടാക്കാൻ നീ ആ കാരണം എന്ന് ഒരെണ്ണം പൊട്ടിച്ചു. അടുത്ത പൊട്ടിച്ചപ്പോൾ പറഞ്ഞു, മക്കളുമായിട്ട് വഴക്കുണ്ടാകാൻ നീയാണ് കാരണം. അടുത്ത കുപ്പി പൊട്ടിച്ചു. അങ്ങനെ ഓരോരോ കുപ്പികൾ പൊട്ടിച്ചുകൊണ്ടിരിക്കുക. ഓരോ കാരണങ്ങൾ പറഞ്ഞു. അവസാനം അദ്ദേഹം ഒരു കുപ്പി എടുത്തപ്പോൾ അത് ഫുൾ ബോട്ടിലാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ എടുത്തു അടിക്കാൻ അല്പം ഒന്ന് അറച്ചു. അദ്ദേഹം മാറ്റി വെച്ചിട്ടുണ്ട്, നീ അവിടെ ഇരിക്കുക, യു ആർ നോട്ട് ഇൻവോൾവ്. ഈ വഴക്കിലൊന്നും നീ കാരണമായിട്ടില്ല, കാരണം അത് കുടിച്ചിട്ടില്ലാത്തതുകൊണ്ട്. നമ്മളൊക്കെ ഒത്തിരി മുട്ടാത്തർക്കങ്ങൾ ഉള്ളവരാണ്. ഒത്തിരി ഇതുപോലെയുള്ള വാദങ്ങൾ നമ്മൾ പറയുന്നവരാണ്. എന്നാൽ അങ്ങനെ വാദങ്ങൾ ഒന്നും പറയാതെ, മുട്ടാത്തർക്കങ്ങളൊന്നും പറയാതെ മനസ്സോടെ കാൽവറി ക്രൂശിലേക്ക് കുരിശുമായി കയറിയവനാണ് നമ്മുടെ കർത്താവ്. ഈ ക്രിസ്തുവിനെ ധ്യാനിക്കുന്നതായ, കർത്താവിൻ്റെ ക്രൂശ് മരണത്തെ ധ്യാനിക്കുന്നതായ ദിവസമാണിത്. കർത്താവിൻ്റെ അനുഗാമികളായ നമുക്ക് ഒത്തിരി മുട്ടാത്തർക്കങ്ങൾ ഉണ്ടാകാം, ഒത്തിരി ഒഴിവുകൾ പറയാനായിട്ടുണ്ടാകാം. പലതിനെ ലഘൂകരിച്ച് കാണാൻ നമ്മൾ പലപ്പോഴും ശ്രമിക്കാം. ക്രൂശിനെ ലഘൂകരിച്ച് കാണുന്നതായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെ സമാനതകളൊന്നും ഇല്ലാത്തതായ ഒരു സംഭവമാണ് കാൽവറി ക്രൂശിൽ കാണുന്നത്. കർത്താവിൻ്റെ ക്രൂശ്, അതിന് സമാനമായിട്ടൊന്നും ലോക ചരിത്രത്തിൽ നമുക്ക് കണ്ടെത്താൻ കഴിയുകയില്ല. കാൽവറിയിലെ ഗോൽഗോഥായിൽ ഉയർത്തപ്പെട്ടതായ കുരിശ്, അതിനെ നമ്മൾ ധ്യാനിക്കുമ്പോൾ കേവലം വൈകാരികമായി ഇമോഷണൽ തലത്തിൽ നമുക്ക് അതിനെ ചിന്തിക്കാം. ഇന്ന് ദുഃഖവെള്ളിയാഴ്ച ഇരിക്കുമ്പോൾ ക്രൂശിനെ കുറിച്ചൊക്കെ ഓർമ്മയും ഒക്കെ ഒരുപക്ഷെ നമ്മുടെ മനസ്സിലുണ്ടാകാം. അല്പം വൈകാരികമായ ഒരു എക്സ്പ്രഷനും വൈകാരികമായ സംതൃപ്തിയും ഒക്കെ ഉണ്ടായെന്നിരിക്കാം. എന്നാൽ വൈകാരിക തലത്തിൽ നിന്ന് അപ്പുറമായി ദൗത്യത്തെക്കുറിച്ചുള്ളതായ വലിയ ബോധ്യത്തോടുകൂടെ ഇതിനെ കാണാനായിട്ടുള്ള ഒരു സമീപനം നമുക്കുണ്ടാകണം. അതുകൊണ്ട് നാം സ്വീകരിക്കേണ്ടതായ സമീപനം എന്തായിരിക്കണം എന്ന് ക്രൂശ് നമ്മോട് എന്ത് പറയുന്നു എന്നുള്ളത് ചിന്തിക്കാനായിട്ടുള്ള ഒരു സമയമായി നമുക്കിതിനെ കാണാനായിട്ട് കഴിയണം. ഇന്ന് വായിച്ച വേദഭാഗം ലേവ്യ പുസ്തകം
16 അധ്യായത്തിൻ്റെ ആസ്പദമാക്കിയുള്ളതായ വാക്കുകളാണ്. യഹൂദ നിയമമനുസരിച്ച് പാളയത്തിന് പുറത്തുള്ളതായ പാർപ്പ് ആർക്കാണ് എന്ന് നമുക്കറിയാം. ഇവിടെ നമ്മൾ വായിക്കുന്നു, അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്തു വച്ച് കഷ്ടം അനുഭവിച്ചു. നഗരവാതിലിന് പുറത്തു വെച്ച്, പാളയത്തിന് പുറത്തു വെച്ച് കഷ്ടം അനുഭവിച്ചു. അടുത്തത് നമ്മോട് പറയുകയാണ്, ആകയാൽ നാം അവൻ്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവൻ്റെ അടുക്കൽ ചെല്ലുക. നഗരവാതിക്കലിന് പുറത്ത് വെച്ച് കഷ്ടം അനുഭവിച്ചു. അതുകൊണ്ട് നാം പാളയത്തിന് പുറത്ത് അവൻ്റെ അടുക്കൽ ചെല്ലുക. പാളയം നമുക്കറിയാം സുരക്ഷിതമായ ഇടമാണ്. പാളയം എന്ന് പറയുന്നത് ടെന്റ് അല്ലെങ്കിൽ പാളയം എന്നൊക്കെ പറയുമ്പോൾ സുരക്ഷിതമായി പാർക്കുവാനായിട്ടുള്ള ഇടമാണ്. യഹൂദ പശ്ചാത്തലം നോക്കുമ്പോൾ സമൃദ്ധമായ ഭക്ഷണം അവിടെയുണ്ട്, വിശ്രമമുണ്ട്, സുരക്ഷയുണ്ട്, എല്ലാം ഉള്ള അവസ്ഥ. പാളയത്തിൻ്റെ കേന്ദ്രസ്ഥാനത്ത് സമാഗമന കൂടാരമുണ്ട്. അതുകൊണ്ട് തന്നെ പുരോഹിതന്മാരുടെ സാന്നിധ്യമുണ്ട്, ശുശ്രൂഷയ്ക്ക് ആളുകൾ അവിടെയുണ്ട്. പാളയത്തിനുള്ളിൽ പാർക്കാൻ കഴിയുന്നത് വലിയ അനുഗ്രഹമായ അനുഭവമാണ്. പാളയത്തിനുള്ളിൽ സ്വർഗതുല്യമായ അനുഭവം എന്ന് നമുക്ക് പറയാം. എന്നാൽ പാളയത്തിന് പുറത്തുള്ളത് പരമദയനീയമായ അവസ്ഥയാണ്. പുറന്തള്ളപ്പെട്ടവരാണ് പാളയത്തിന് പുറത്തുള്ളത്. കുഷ്ഠരോഗികളാണ്, അറപ്പുളവാക്കുന്നവരാണ്, സമൂഹത്തിന് വേണ്ടാത്ത ആളുകളാണ്, മാറാരോഗം ബാധിച്ചതായ ആളുകളാണ്, സമൂഹം അവഗണിച്ചതായ ആളുകളെല്ലാമാണ് പാളയത്തിന് പുറത്തുള്ളത് എന്ന് നമുക്കറിയാം. മാത്രമല്ല, ലേവ്യ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ഇവിടെ പറയുന്നുണ്ട്, ഇന്ന് വായിച്ച വേദഭാഗത്തോട് ചേർന്നും പറയുന്നുണ്ട്, യാഗവസ്തുക്കളുടെ ചാരം കൊണ്ട് നിക്ഷേപിക്കുന്നത് പാളയത്തിന് പുറത്താണ്. മാത്രമല്ല, യാഗമൃഗങ്ങളുടെ അവശിഷ്ടങ്ങൾ ചുട്ടുകരിക്കുന്ന സ്ഥലവും പാളയത്തിന് പുറത്താണ് എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. പാളയം സുരക്ഷിതമായിട്ടാണ്. പാളയത്തിന് പുറത്തുള്ളതായ ജീവിതം വളരെ പ്രയാസകരമായുള്ള ഒന്നാണ്. വീടുള്ളവരും ഇല്ലാത്തവരും തമ്മിലുള്ളത് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരുപക്ഷെ അതിനൊരു ചെറിയ അളവിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇവിടെ നമ്മൾ കാണുന്നു, പാളയത്തിന് പുറത്ത് ഉയർത്തപ്പെട്ട കുരിശിനെ കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത്. ശുദ്ധീകരണ നിയമങ്ങൾ പാലിച്ചതിന് ശേഷം മനുഷ്യനും മൃഗങ്ങൾക്കുമൊക്കെ പാളയത്തിനുള്ളിലേക്ക് പ്രവേശിക്കാം. എന്നാൽ യേശു എന്ന നിഷ്കളങ്കമായ കുഞ്ഞാടിൻ്റെ പരമയാഗം നടക്കുന്നത് പാളയത്തിന് പുറത്താണ്. സുരക്ഷിതമില്ലാത്തതായുള്ള, എല്ലാവരും അറയ്ക്കുന്നതായുള്ള ഇടത്താണ് യാഗം നടക്കുന്നതെന്ന് എബ്രായ ലേഖകൻ പറയുകയാണ്. യേശു ജനിച്ചതും ഒരുപക്ഷെ പാളയത്തിന് പുറത്താണ്, സുരക്ഷിതമായ ഇടത്തിലല്ല. പാളയത്തിന് പുറത്ത് അവഗണിക്കപ്പെട്ടവരോട് സമനായി, പുറന്തള്ളപ്പെട്ടവരോട് സമനായി ജനിക്കുന്ന ക്രൂശുമരണവും പാളയത്തിന് പുറത്ത് സംഭവിക്കുകയാണ്. ദേശവും ഭാഷയും മതവും വർഗവും വർണ്ണവും സമ്പത്തും ഒക്കെ സൃഷ്ടിച്ചിട്ടുള്ളതായ അതിർവരമ്പുകൾക്കപ്പുറമാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള വകകൾ സൃഷ്ടിച്ചിട്ടുള്ള പാളയങ്ങൾക്കപ്പുറത്താണ് യേശു കർത്താവ് ക്രൂശിക്കപ്പെടുന്നത് എന്ന് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് പാളയങ്ങൾക്കും അപ്പുറത്ത് ദൈവത്തിൻ്റെ സ്നേഹം കടന്നു ചെല്ലുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇന്ന് നമ്മൾ ജീവിക്കുന്ന ലോകത്ത് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ആണ്. ശക്തിയുള്ളവർക്ക് മാത്രമേ, കഴിവുള്ളവർക്ക് മാത്രമേ അതിജീവനം സാധ്യമായി തീരുള്ളൂ. ഒരു വലിയ സമൂഹത്തെ പുറത്താക്കിക്കൊണ്ട് കഴിവുള്ളവർ ഞെളിഞ്ഞു നടക്കുന്നതായ ഒരു കാലഘട്ടത്തിലാണ്. ജനിച്ച മണ്ണിൽ സ്വതന്ത്രമായി ജീവിക്കാൻ അവകാശം നിഷേധിക്കപ്പെട്ടതായ ആളുകൾ, മതവർഗ രാഷ്ട്രീയ തീവ്രവാദികളുടെ രോഷശബ്ദം കൊണ്ട് ഒരു കൂട്ടർ ഹതഭാഗ്യരായി തീർന്നിരിക്കുകയാണ്, ശബ്ദരഹിതരായി മാറിയിരിക്കുകയാണ്. ജനിച്ച ദേശത്തു നിന്ന് പലായനം ചെയ്യപ്പെടാൻ വിധിക്കപ്പെട്ടിരിക്കുകയാണ്. നമുക്കറിയാം, സിറിയയിൽ നിന്നും മറ്റതുപോലെയുള്ള പ്രദേശങ്ങളിൽ നിന്നും പലായനം ചെയ്യപ്പെടുന്ന ആളുകളെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ഇവിടെ നമ്മെ ഓർപ്പിക്കുന്ന, ആകയാൽ നമ്മൾ നിന്ന് ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവൻ്റെ അടുക്കൽ ചെല്ലുക. ഇത് വർത്തമാനകാല ക്രിയയായിട്ടാണ് പറയുന്നത്, ചരിത്ര സംഭവം പറയുകയല്ല. നാം നിന്ന് ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് ചെല്ലുവാനായിട്ടാണ് പറയുന്നത്. യേശു കർത്താവ് സകലർക്കും വേണ്ടി കാൽവരി ക്രൂശയാഗമായി തീർന്നതുപോലെ, പാളയത്തിന് പുറത്ത് വെച്ച് എല്ലാവർക്കും രക്ഷയ്ക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നതുപോലെ, ആ കർത്താവിൻ്റെ ക്രൂശിൻ്റെ അരികിലേക്ക് ചേർന്ന് ചെല്ലുവാൻ നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ്.
നമ്മുടെ ദൗത്യത്തെക്കുറിച്ചുള്ളതായ വലിയ വെല്ലുവിളി അവിടെ ഉയർത്തുകയാണ്. മദർ തെരേസയും എബ്രഹാം ലിങ്കനും മാർട്ടിൻ ലൂതർ കിങ്ങും ഒക്കെ നമ്മെ പഠിപ്പിച്ചത് നമുക്കറിയാം. കുറേനക്കാരനായ ശിമോൻ കുരിശ് ചുമക്കുന്നതിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ക്രൂശ് പരാജയത്തിൻ്റെ സിമ്പലല്ല. പാളയത്തിന് പുറത്ത് ക്രൂശിക്കപ്പെടുന്നുവെങ്കിലും ക്രൂശ് വലിയ വിജയത്തിൻ്റെ സിമ്പലായി മാറുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അവിടെ ക്രൂശിനെ ധ്യാനിക്കുമ്പോൾ കേവലം വൈകാരികമായ ചിന്തയല്ല, അതിനപ്പുറമായി എന്നെക്കുറിച്ച് ദൈവം എന്താണെന്ന് ആഗ്രഹിക്കുന്നത് എന്നുള്ളതായ വലിയ ബോധ്യത്തോടുകൂടെ ജീവിതത്തെ സമർപ്പിക്കുവാൻ നമുക്ക് കഴിയണം. കുരിശ് മുറിച്ച് വിൽക്കുന്നവർ എന്നൊരു കവിത മലയാളത്തിൽ ഒരാൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്ന വരികൾ ഇപ്രകാരമാണ്: ഹിതത്തിനൊപ്പിച്ച് മുറിക്കുന്നു നമ്മൾ മനുഷ്യപുത്രൻ്റെ പ്രമാണമൊക്കെയും, വെളിച്ചം വിട്ടു നാം തമസിൽ നീന്തുന്നു, വിളക്ക് പേടിച്ച് മറഞ്ഞിരിക്കുന്നു. കുരിശിൽ ഭാരം വഹിച്ചിടാതെന്നും നടക്കുവാനും മുറിച്ച് വിൽക്കുന്നു. കുരിശ് ലഘൂകരിക്കുന്നതായ, അതിനെ ലാഘവത്തോടെ കൂടെ കാണുന്നതായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവനെ കർത്താവ് നൽകിയതുപോലെ അർപ്പിക്കുവാൻ വേണ്ടിയാണ്. ടു സേവ് ദ ഹ്യൂമാനിറ്റി, സേവ് അതേഴ്സ്, മറ്റുള്ളവരെ വീണ്ടെടുക്കുവാൻ വേണ്ടി. നാം തന്നെ യേശു കർത്താവിൻ്റെ രക്ഷയുടെ അനുഭവക്കാരായി, വീണ്ടെടുപ്പിൻ്റെ അനുഭവക്കാരായി തീർന്നുവെങ്കിൽ അനേകരെ വീണ്ടെടുപ്പാൻ, നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കുവാൻ നമ്മുടെ ജീവിതം ദൈവം ആവശ്യപ്പെടുകയാണ്. ഫാദർ കോൾബെയെ കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. മക്മില്ലൻ കോൾബെ 1984 പോളണ്ടിൽ ജനിച്ച് 1784 പോളണ്ടിൽ 1918 പുരോഹിതനായി ഓർഡൈൻ ചെയ്യപ്പെട്ടതായ അദ്ദേഹം വളരെ അനുഗ്രഹീതമായ ശുശ്രൂഷയാണ് ചെയ്യുന്നത്. രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ജർമ്മനി പോളണ്ടിനെ ആക്രമിക്കുമ്പോൾ ഫാദർ കോൾബെയുടെ മൊണാസ്ട്രി അവരെല്ലാം കൂടി ചേർന്ന് ഒരു ടെമ്പററി ഹോസ്പിറ്റലൊക്കെ തുടങ്ങുന്നുണ്ട് ആളുകളെ ശുശ്രൂഷിക്കാൻ വേണ്ടി. ചില നാളുകൾ കഴിഞ്ഞപ്പോൾ ജർമ്മൻ അതോറിറ്റീസ് ഈ മൊണാസ്ട്രിയൊക്കെ അടച്ചുപൂട്ടുകയാണ്. ഇവരെയെല്ലാം ജയിലിലാക്കുന്നുണ്ട്. ചില ദിവസങ്ങൾ കഴിഞ്ഞ് വീണ്ടും പുറത്താക്കുന്നു. കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വീണ്ടും ശുശ്രൂഷ ആരംഭിക്കുകയാണ്. പുതിയ തരത്തിൽ ശുശ്രൂഷകൾ ആരംഭിച്ചു. ശുശ്രൂഷ മുന്നേറിയപ്പോൾ നാസി പ്രവർത്തനങ്ങൾക്കെതിരെ ഉള്ളതായ മുന്നേറ്റമൊക്കെ അവർ നടത്തുന്നു എന്ന് കാണാൻ കഴിയും. അതേ തുടർന്ന് 1941 ജർമ്മൻ അതോറിറ്റീസ് ഈ മൊണാസ്ട്രി അടച്ചുപൂട്ടിയിട്ട് ഇവരെ ജയിലിലാക്കുകയാണ്. വളരെ വയലൻ്റായിട്ടുള്ള ഹറാസ്മെൻ്റാണ് അവർക്ക് നേരിടേണ്ടി വന്നത്. വളരെയധികം പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. അങ്ങനെ ഇരുന്നപ്പോൾ അവരുടെ കൂട്ടത്തിൽ 3 പേര് രക്ഷപ്പെടുകയാണ്. ഇനിയും ആരെയും രക്ഷപ്പെടരുത് എന്ന് കരുതി അവരുടെ കമാൻഡർ അതിൽ 10 പേരെ തിരഞ്ഞെടുക്കുകയാണ്. അവരെ കൊല്ലാനായിട്ട് തീരുമാനിച്ചു. 10 പേരുടെ പേര് വിളിച്ചപ്പോൾ, ഒരാളുടെ പേര് വിളിച്ചപ്പോൾ അദ്ദേഹം നിലവിളിക്കുകയാണ്, മൈ വൈഫ് മൈ ചിൽഡ്രൻ എന്ന് പറഞ്ഞ് നിലവിളിക്കുകയാണ്. ഫാദർ കോൾബെ പറഞ്ഞു, അവന് പകരം ഞാൻ പോകാം. ഹി വോളണ്ടിയർഡ് ടു ടേക്ക് ഹിസ് പ്ലേസ്. അവൻ്റെ സ്ഥാനത്ത് ഞാൻ പൊയ്ക്കൊള്ളാം എന്ന് പറഞ്ഞ് തുറന്ന ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഭീകരമായ പീഡനത്തിന് ശേഷം അദ്ദേഹത്തെ കാർബോളിക് ആസിഡ് ഇഞ്ചക്ട് ചെയ്ത് കൊല ചെയ്യപ്പെടുന്നതായിട്ട് കാണുന്നു. ചരിത്രം നമ്മെ ഓർപ്പിക്കുകയാണ്. ഫാദർ കോൾബെ അപരിചിതനായ ഒരുവന് വേണ്ടി തൻ്റെ ജീവനെ അർപ്പിക്കുകയാണ്. എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ എന്ന് പറഞ്ഞ് നിലവിളിച്ചപ്പോൾ കോൾബെ പറയുകയാണ്, അവന് പകരമായി ഞാൻ മരിച്ചുകൊള്ളാം. കാൽവറി ക്രൂശിൽ നമുക്ക് പകരമായി ഒരുവൻ യാഗമായി തീർന്നു. നമുക്ക് രക്ഷയുടെ വലിയ സന്തോഷം പകർന്നിരിക്കുകയാണ്. അനേകർ ഇന്നും പാളയത്തിന് പുറത്ത് വളരെയധികം ദുർഘടമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നു. പാപഭംഗിലമായ ജീവിതത്തിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നു. വീണ്ടെടുപ്പിന് വേണ്ടിയുള്ളതായ വിളികൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ആകയാൽ നിന്ന വഹിച്ചുകൊണ്ട്, ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് ചെല്ലുക. നമുക്ക് ദൈവം നൽകുന്നതായ ആഹ്വാനത്തിനനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാം. കർത്താവ് നമുക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ യാഗമായി തീർന്നു. നമ്മുടെ കുറവോർക്കാൻ നമ്മെ സ്നേഹിച്ചു. ഈ സ്നേഹം പകരുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. എബ്രായൻ ലേഖകൻ പറയുന്നത് പോലെ, ആകയാൽ നാം അവൻ്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവൻ്റെ അടുക്കൽ ചെല്ലുക. വൈകാരികമായ സംതൃപ്തിയെക്കാളുപരിയായി ജീവിതം അർപ്പണമായി തീരാൻ കഴിയണം. ദൗത്യത്തെക്കുറിച്ചുള്ള ബോധ്യത്തോടുകൂടെ അർപ്പിക്കുവാൻ നമുക്ക് കഴിയണം. ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ അതിനായി സമർപ്പിക്കാം.
ശാന്തമായി ജീവിതങ്ങളോട് നമുക്ക് ചോദിക്കാം. സുരക്ഷിതമായ പാളയങ്ങളിൽ പാർക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നവരാണ്. ജീവിത സൗകര്യങ്ങളിൽ നമ്മൾ സംതൃപ്തിപ്പെട്ട് ഒതുങ്ങിക്കൂടുന്നവരാണ്. ക്രൂശ നൽകുന്നതായ വെല്ലുവിളി പാളയത്തിന് പുറത്തേക്ക് ചെല്ലാൻ വേണ്ടിയാണ്. പാപപങ്കിലമായ ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ വേദനിക്കുന്നവന്റെ അടുത്തേക്ക് ചെല്ലുവാൻ, ദുർഘടമായ ജീവിത സാഹചര്യങ്ങളിൽ കഴിയുന്നവന്റെ അടുത്തേക്ക് ചെല്ലുവാൻ, പുറന്തള്ളപ്പെട്ടവന്റെ അടുത്തേക്ക് ചെല്ലുവാൻ, അവനിലേക്ക് ഈ സ്നേഹം പകർന്നു നൽകുവാൻ ദൈവം നമ്മെ ക്ഷണിക്കുക. നമുക്ക് സമർപ്പിതരായി തീരാം. ഇത്രമാ സ്നേഹത്തെ എത്ര തള്ളി ഞാൻ നീ മഹാത്മാപത്തെ ദൈവമേ ഓർക്കല്ലേ. ഈ മഹാപാപത്തെ ദൈവമേ ഓർക്കല്ലേ. നമ്മുടെ പക്രവുകളെ ദൈവം ഓർക്കാതിരിക്കാം. ദൈവസന്നിധിയിൽ നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാം. കർത്താവിനോട് ചേർന്ന് അനുഗ്രഹകരമായ ശുശ്രൂഷ ചെയ്യുവാൻ, ദൈവ പൈതലായി ജീവിപ്പാൻ നമുക്ക് സമർപ്പിതരായി. പാപത്തെ സ്നേഹിപ്പാ ഞാനിനി പോകുമോ? ദൈവത്തിൻ പൈതലാ ജീവിക്കും ഞാനിനി. ദൈവത്തിൻ പൈതലാ ജീവിക്കും. നമ്മുടെ സമർപ്പണമായി നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ആ സ്റ്റാൻസ് അവരുകൾ കൂടെ നമുക്ക് പാടാം. പാപത്തെ സ്നേഹിപ്പാ ഞാനിനി പോകുമോ? ദൈവത്തിൻ പൈതലാ ജീവിക്കും ഞാനിനി. ദൈവത്തിൻ പൈതലാ ജീവിക്കും ഞാനി. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളെ അങ്ങയുടെ സന്നിധിയിൽ വിനയപ്പെടുന്നു. കർത്താവേ, അവിടുന്ന് ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നു. കർത്താവിന് ഞങ്ങൾ പാപത്തെ സ്നേഹിപ്പാനിടയാക്കരുതേ. പാപവഴികളിൽ നിന്ന് വിട്ട് കർത്താവ് ആഗ്രഹിക്കുന്ന പോലെ ദൈവ പൈതലായി ജീവിപ്പാൻ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ജീവിത ഇടങ്ങളിൽ കർത്താവ് ഞങ്ങളെക്കുറിച്ച് എന്താഗ്രഹിക്കുന്നുവോ അതുപോലെ ആയിത്തീരുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ കുറവുകളെ ഓർക്കരുതേ. കർത്താവെ, ഞങ്ങൾ പ്രാഗൽഭ്യത്തോടെ നിൽക്കുവാൻ, വീണുപോകാൻ തളർന്നു പോകാൻ നിൽപ്പാൻ, ഓരോ നിമിഷവും കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് വളരുവാൻ ഞങ്ങളെല്ലാവരെയും അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൻ്റെ എല്ലാ വഴികളിലും കർത്താവ് കൂടെ ഇരുന്നാട്ട്. കർത്താവ്, ഇന്ന് ഞങ്ങൾ ഒരുമിച്ചായിരുന്നപ്പോൾ വ്യാപരിച്ച ദൈവകൃപയ്ക്കായി സ്തോത്രം. വിവിധ രീതിയിൽ കർത്താവെ ഞങ്ങൾക്ക് ദൈവ അനുഭവം ഉണ്ടായല്ലോ. കർത്താവെ, വചന കേൾവിയിലൂടെ, ആരാധനയിലൂടെ, കുമ്പിടികളിലൂടെ, ഞങ്ങളുടെ നമസ്കാരത്തിലൂടെയൊക്കെ കർത്താവെ അവിടുന്ന് ഞങ്ങൾ ഇടപെട്ടതിന് സ്തോത്രം. ദൈവസ്നേഹം വിനയപ്പെട്ട് കർത്താവ് ആഗ്രഹിക്കുന്ന പോലെ ജീവിപ്പാൻ ഞങ്ങളെ പ്രാപ്തിപ്പെടുത്തിയാണ്. ഞങ്ങളെല്ലാവരും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കൂടെ ഇരുന്ന് ബലപ്പെടുത്താൻ തുടർന്നുള്ള നിമിഷങ്ങളും ദൈവകൃപയെ അനുഭവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായിട്ട് സ്തോത്രം. യേശുനാഥൻ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. ആമേൻ. പേജ് നമ്പർ 30. ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവമേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ ശുശ്രൂഷയായ നിന്റെ കൃപയാലും ധാരാളമായ കരുണയാലും ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ട് ഞങ്ങളുടെ ശുശ്രൂഷ കൈക്കൊള്ളണമേ. ഞങ്ങളുടെ കർത്താവും ദൈവമേ, ഞങ്ങളുടെ സഹായത്തിന് നീ വന്നേക്ക് ഞങ്ങളെ വിശുദ്ധരാക്കണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷ നിനക്ക് രമ്യവും, ഞങ്ങളുടെ നമസ്കാരം നിനക്ക് പ്രസാദകരവും, ഞങ്ങളുടെ അപേക്ഷ നിനക്ക് സ്വീകാര്യവും, ഞങ്ങളുടെ പ്രാർത്ഥന നിനക്ക് ബഹുമാനകരവുമായിരിക്കണമേ.
കർത്താവേ, നിന്റെ അനുഗ്രഹങ്ങളും കരുണകളും സഹായങ്ങളും കൃപകളും ദൈവികമായ നിന്റെ സകലദാനങ്ങളും ബലഹീനരായ ഞങ്ങളുടെ മേലും ബലഹീനതയുള്ള ഞങ്ങളുടെ വർക്കത്തിന്മേൽ വന്ന് ആവസിച്ച് എന്നേക്കും പാർക്കുമാറാകണമേ. ആകാശവും ഭൂമിയും കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹീതരാകുന്നു. ആത്മീയമായ ശുശ്രൂഷ ഞങ്ങളോട് ഒരുങ്ങുന്ന സംബന്ധം നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവം ബലഹീനതകളോളം നമ്മുടെ പ്രാർത്ഥനകൾ ഉന്നതമായ സിംഹാസനം കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ. ശുശ്രൂഷയുടെ പൂർണ്ണമാകുന്നു. കഞ്ഞി എല്ലാവർക്കും ക്രമീകരിച്ചിട്ടുണ്ട്. എല്ലാവരും ഒരുമിച്ച് ചെന്നാൽ പ്രയാസമുണ്ടല്ലോ. അതുകൊണ്ട് പ്രായമുള്ളവർ കുഞ്ഞുങ്ങൾക്കൊക്കെ വിശപ്പ് അല്പം കൂടെ സഹിക്കാൻ കഴിയുന്നത് പുറകെ നിൽക്കാം. ഈസ്റ്റർ ദിവസം രാവിലെ 8 മണിക്കാണല്ലോ വിശുദ്ധ കുർബാന ശുശ്രൂഷ. കഴിഞ്ഞ സൺഡേ ഞാൻ ഓർപ്പിച്ചതുപോലെ ഒരു വീട്ടിൽ നിന്നുള്ളവരെല്ലാവരും ഒരുമിച്ച് ഒരു വാഹനത്തിൽ വരാനായിട്ട് ശ്രമിക്കുക. പാർക്കിംഗ് ഇഷ്യൂ നമുക്കുണ്ടാകാൻ സാധ്യതയുണ്ടല്ലോ. ദയവായിട്ട് എല്ലാവരുടെയും പാർട്ടിസിപ്പേഷൻ ക്ഷണിക്കുന്നു. ആരാധനയ്ക്ക് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവർക്കും ക്രമീകരിക്കുന്നതാണ്. താങ്ക് യു. യേശുപരാ ജീവനെനിക്കായി വെടിഞ്ഞു. ജീവനറ്റ പാപികൾക്കു നിത്യജീവൻ കൊടുപ്പാനായി നീ മരിച്ചു.